ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് വെച്ചാൽ ബേപ്പൂരിലോട്ട് പോകുന്ന ഒരു കുറച്ച് വീഡിയോ കേട്ടോ. കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ബേപ്പൂരിലോട്ട് പോകുന്ന വീഡിയോസൊക്കെ. അപ്പം നമുക്ക് കുറച്ച് ഒന്ന് കണ്ടു നോക്കാം. കുറച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്യണേ തന്നെ ആയിരിക്കും കുറേ തോനെ. പിന്നെ ഉള്ളത് നമ്മളവിടെ എത്തിയത്. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുള്ളതൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് പ്ലേ ബട്ടണൊക്കെ നിൽക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം ഇതൊക്കെ ഞങ്ങൾ അവിടെ ഉള്ള ഒരു റോഡ് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ സ്കൂളിലോട്ട് പോകണമെന്ന് വരുന്ന വഴിയാണ്. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബേപ്പൂരിൽ അമ്മാതിരി ജനങ്ങളാണ്, പറയാൻ പറ്റാത്ത. അങ്ങോട്ടും പോകില്ല, ഇങ്ങോട്ടും പോകില്ല. പിന്നെ ഉണ്ടല്ലോ, ഒരു സ്ഥലത്തേക്ക് തിരിയാനും കഴിയില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഹൈവേമിലൊക്കെ എത്തിയപ്പോൾ പിന്നെ ബ്ലോക്ക്, എവിടുന്നോ തുടങ്ങിയ ബ്ലോക്ക് ബേപ്പൂർ ബീച്ച് വരാണ്ട്. നമ്മൾ കുറച്ച് നടന്ന്, പിന്നെ കുറച്ച് കുറച്ച് ബസ് കയറി, പിന്നെയും കുറച്ച് നടന്ന്, പിന്നെ നേരെ നടന്ന് പോയി ഞങ്ങൾ ഫൈനൽ ബീച്ചിലെത്തിയിട്ട്. അതൊക്കെ ഞങ്ങൾ പോയിട്ട് ബ്ലോക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഉണ്ടാവും. ഇതൊക്കെ സ്പീഡാക്കിയത് കൊണ്ടാണ് ഇതൊക്കെ ബ്ലോക്ക് ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറേ നടന്ന് ഒരു 4-5 കിലോമീറ്റർ നമ്മളിങ്ങനെ നടന്ന്, പിന്നെ ബസ് കയറി, പിന്നെ 10-25 കിലോമീറ്റർ വീണ്ടും അത് നടന്ന്. കുറേ നടക്കാണ്ട് കേട്ടോ, പറയാനില്ലല്ലോ. നിങ്ങൾ ആർക്ക് പോയെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ബ്ലോക്ക് ഞങ്ങൾ കാർ നിർത്തി വലിയൊരു പോലെ തോന്നി. കാർ നിർത്തി ഈ കാറ് പോകാൻ സമ്മതിക്കണില്ല പോലീസുകാർ. പിന്നെന്താണ്, അവിടെ നിന്ന് ബ്ലോക്ക് ഇട്ടിട്ട് ഇത്ര ദൂരം കൊണ്ടായിട്ടാണ് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കട്ടെ, കുറേ നടക്കാണ്ട്. പിന്നെ ബസ് കയറിയപ്പോൾ തിക്കും തിരക്കൊണ്ട് വീഡിയോ നിർക്കാനില്ല. അപ്പോൾ ബസ് ഇറങ്ങി വീണ്ടും നടക്കൽ. ഫൈനൽ ഞങ്ങൾ ബീച്ചിലെത്താനായി തോന്നുന്നു. എനിക്ക് അങ്ങനെയില്ല, എന്നാണ് ബീച്ചിലെത്തിയിട്ട് ഗൈസ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായില്ല. അന്ന് രാത്രി കണ്ട് ബീച്ചിലുള്ള വിശേഷങ്ങളൊന്നും അറിയാത്ത പോലെ തോന്നും. എന്നാലും പിന്നെ കുറേ എനിക്ക് പറ്റണ പോലെ ഇട്ടുണ്ട്. പിന്നെ മങ്ങിച്ചും പിളർന്നൊക്കെ ഉണ്ടാവും. ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരമാവധി പോവുകയാണ്. അപ്പം കണ്ടില്ലേ എത്ര ജനങ്ങളാണ്. ഇതൊന്നല്ല കേട്ടോ, ജനപ്പരിപ്പുകളാണ്, അത്രയും ജനങ്ങളാണ്. പിന്നെ കണ്ട ബലൂൺസ് ഇങ്ങനെ പറപ്പിക്കുക, ഹെയർ ബലൂണ്, അതും അടിപൊളിയാണ്. അതിൽ ഇരിക്കണവർക്ക് ഇരിക്കാം, എല്ലാം ചെയ്യാം. പിന്നെന്താ പറയണേ, അടിപൊളി കാര്യങ്ങളാണ്. നിങ്ങളൊക്കെ പോയിക്കൊണ്ടെങ്കിൽ കമൻറ്റും ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ലിങ്കൊക്കെ ആർക്കെങ്കിലും അയച്ചൊക്കെ കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോണത് ഉള്ളിലോട്ടാട്ടോ. ഈ വൈകുന്നേരം 4-5 മണിയൊക്കെ ആയപ്പോൾ ആരും അങ്ങനെ തിക്കും തിരക്കില്ലായിരുന്നു. 6 മണി 7 മണി 8 മണിയൊക്കെ ആയപ്പോൾ എമ്മാതിരി ജനങ്ങൾ, ഒരു ഇരിക്കാൻ പോലും സ്ഥലമല്ല, അത്രയും വലിയ ബീച്ചിൻ്റെ ഉള്ളിൽ. അപ്പം എന്താ പറയുക, എല്ലാവരും മുറ്റത്തും മണ്ണിലും ചരക്കിലൊക്കെ ഇരിക്കുന്നു. കണ്ടില്ലേ, നല്ല നമ്മൾ പൊരിക്കടി വാങ്ങുന്നിടത്താട്ടോ കൂടുതലും ജനങ്ങളുള്ളത്. പിന്നെ നമ്മൾ ഐസൊരിച്ച് ആദ്യം മേടിച്ചു. പിന്നെ ഈ ഇങ്ങനത്തെ കടല ഉണ്ടായല്ലോ അത് മേടിച്ചു. പിന്നെ എന്താ പറയുക, കടുക്ക മേടിച്ചു. പിന്നെ മുട്ട മേടിച്ചു. പിന്നെ രാത്രി കഴിഞ്ഞപ്പോൾ വെള്ളക്കുപ്പിയും മാങ്ങയും മാങ്ങ അടിപൊളിയായിരുന്നു. പിന്നെ പറയാണ്ടല്ലോ, പിന്നെ പൈനാപ്പിൾ അതിന് മേടിച്ചത്. അപ്പോൾ രണ്ടാളും പറഞ്ഞത് സൂപ്പറാണെന്ന്. അപ്പോൾ രണ്ടും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു രാത്രി 8 മണിക്കായപ്പോൾ മേടിച്ചു, പൂളക്കുള്ളി ഇതിൻ്റെ പേര് ഓർമ്മയില്ല. പിന്നെ കണ്ടില്ലേ രാത്രി ചന്ദ്രമാമനെ കാണണം. അപ്പോൾ അതിൻ്റെ മേടിച്ച വീഡിയോ ഒക്കെ ഞാൻ എടുത്തു ഗൈസ്, കണ്ടില്ലേ ദൂരത്തിൽ നിന്ന്. പിന്നെ നമ്മൾ പോകണം. പിന്നെ അങ്ങനെ പരിപാടിയൊന്നുമില്ല. പിന്നെ കണ്ടില്ല ജനങ്ങളുടെ ജനപ്പരിപ്പുകളാണ്. അത് കഴിഞ്ഞ് ശേഷം ഞങ്ങൾ കുറച്ച് ടോയൊക്കെ മേടിച്ചു. ടോയൊന്നും ഇതിൽ കാണിച്ചില്ല. പിന്നെ എന്താ പറയുക, ഫൈനൽ ഇതാ കേട്ടോ. ഓരോരുത്തരും മറ്റേ സ്റ്റാർസിൻ്റെ പരിപാടികൾ ഉണ്ടാവില്ല, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വരികയാണ്. പിന്നെ അങ്ങനെ കണ്ടു പോയി എല്ലാവരും. അതിൻ്റെ വീഡിയോസൊക്കെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ. പിന്നെ ദൂരപ്പരിപ്പുകളാട്ടോ, കണ്ടില്ല കുറേ ജനങ്ങൾ എണ്ണിയാലും തീരില്ല. 3 ലക്ഷത്തി എവിടെ നിന്നൊക്കെ കടലുണ്ടി ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ലൈറ്റ് ഷോൻ്റെ വീഡിയോസ് കണ്ടേക്കട്ടോ. നിങ്ങൾ കണ്ടിട്ട് എന്താ അഭിപ്രായം കമൻറ്റിലൊക്കെ പറയട്ടോ.
ഇത്രയൊക്കെ ഉള്ളൂ ഇങ്ങനത്തെ ലൈറ്റ് ഷോ. അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ടാറ്റാ.